ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഇന്ന് തൊടുകറികളിൽ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഇഞ്ചിക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇഞ്ചിക്കറി ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല. സദ്യയ്ക്ക് ഇലയിൽ വിളമ്പുമ്പോൾ തന്നെ എല്ലാവരും തൊട്ട് നാവിൽ വയ്ക്കും. അത്രയ്ക്ക് നല്ല രുചിയുള്ള ഒരു തൊടുകറിയാണ് ഇഞ്ചിക്കറി. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇഞ്ചി 200 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ വറുത്തല്ല ചെയ്യുന്നത്. നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇത് അങ്ങോട്ട് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. വേറെ രീതിയിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയൊരു രീതിയുമാണ്. ഇഞ്ചി ഒന്ന് നല്ലതുപോലെ ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇഞ്ചിക്കറി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കുകയും ചെയ്യാം. ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം ഒരു കുഴിവുള്ള പാത്രത്തിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇഞ്ചി ഒന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. പിഴിഞ്ഞെടുത്തിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിങ്ങനെ വിടർത്തി എടുക്കണം. അപ്പോൾ ശരിക്കും തേങ്ങാപ്പീര പോലെ തന്നെ ഇരിക്കും. ബാക്കിയുള്ള ഇഞ്ചിയും കൂടി പിഴിഞ്ഞെടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പിഴിഞ്ഞ വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. ഇത് നമുക്ക് മാറ്റിവെക്കാം. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. ഇതിലേക്ക് ഒരു വലിയ തേങ്ങയുടെ 1 മുറി ചിരകിയ തേങ്ങയാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ നല്ല വിളഞ്ഞതായിരിക്കണം, അല്ലെങ്കിൽ ഇഞ്ചിക്കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ തേങ്ങാപ്പീരയിലേക്ക് ഇഞ്ചി പിഴിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. അതിനുശേഷം മീഡിയം ഹീറ്റിൽ നല്ലതുപോലെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തേങ്ങയും ഇഞ്ചിയും നല്ലതുപോലെ മുരിഞ്ഞു തുടങ്ങുമ്പോൾ ഇതിലേക്ക് പൊടികൾ ചേർക്കാം. ആദ്യം ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം. അതിനുശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്യാം. ലോ ഫ്ലെയിമിൽ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒരു 2 മിനിറ്റ് വഴറ്റി കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറിക്കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് പാനിൽ വെച്ച് തന്നെ തണുപ്പിച്ചെടുക്കുക. പാനിൽ തന്നെ ഇരിക്കുമ്പോൾ ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് തണുപ്പിച്ചതിന് ശേഷം മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. വെള്ളം ചേർക്കാതെ പൊടിച്ചെടുക്കണം. ഇനി ഒരു കുഴിവെള്ള പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് നല്ലതുപോലെ പൊട്ടിക്കഴിയുമ്പോൾ 2 വറ്റൽമുളക് മുറിച്ച് ചേർത്ത് ചൂടാക്കുക. അതിനുശേഷം 8-10 ഉള്ളി വട്ടത്തിൽ അരിഞ്ഞ് ചേർത്ത് നല്ലതുപോലെ ചുവന്ന് വരുമ്പോഴേക്കും കുറച്ച് കറിവേപ്പില ചേർക്കാം. കറിവേപ്പില ചേർത്ത് നല്ലതുപോലെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് പച്ചമുളക് ചേർക്കാം. പച്ചമുളക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞല്ല ചേർക്കുന്നത്, 2ആക്കി കട്ട് ചെയ്താണ് ചേർക്കുന്നത്. 3 പച്ചമുളകാണ് ഞാൻ ചേർക്കുന്നത്. പച്ചമുളകിൻ്റെ എരിവാണ് ഇതിന് കൂടുതലായിട്ട് വരുന്നത്. മുളക് പൊടി ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അതിനധികം എരിവില്ലാത്തതാണ്. അതൊരു നിറം കിട്ടാൻ വേണ്ടി മാത്രമാണ് ചേർത്തിരിക്കുന്നത്. പച്ചമുളക് നല്ലതുപോലെ ഒന്ന് വാടട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് പുളിവെള്ളം റെഡിയാക്കാം. ഒരു വലിയ ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള വാളംപുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇഞ്ചിക്കറിക്ക് കുറച്ച് പുളി ഉണ്ടെങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് 1.5 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് തിരുമ്മി പിഴിഞ്ഞെടുക്കണം. ഇപ്പോൾ പച്ചമുളകൊക്കെ നല്ലതുപോലെ വാടിയിട്ടുണ്ട്. ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ 1.5 കപ്പ് പുളിവെള്ളമാണ് ഇപ്പോൾ ഇതിലേക്ക് ചേർത്തത്. ഇനി ഇതിലേക്ക് ഇഞ്ചി പിഴിഞ്ഞ വെള്ളവും കൂടി ചേർക്കാം. പാത്രത്തിൽ ഉറച്ചിരിക്കുന്ന കീടനും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ചേർക്കാൻ. എന്നാലേ ഈ കറിക്ക് രുചി ഉണ്ടാവുള്ളൂ. ഇഞ്ചി പിഴിഞ്ഞ വെള്ളം ചേർത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ നല്ലതുപോലെ ഇളക്കി കൊടുത്ത് തിളപ്പിക്കാം. ഈ ഇഞ്ചി നീരിൽ ഇഞ്ചിക്കറി റെഡിയായി വരുമ്പോൾ വളരെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പം നമ്മുടെ പുളിവെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി തീ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം വറുത്ത ഇൻഗ്രീഡിയൻസ് മിക്സിയിൽ പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പൊടികളൊക്കെ നന്നായിട്ട് കുതിർന്ന് വരണം. അപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. നന്നായിട്ട് കുക്കാവാനായിട്ട് കുറച്ച് വെള്ളം കൂടി വേണം. അതുകൊണ്ട് 1/2 കപ്പ് വെള്ളവും കൂടി ഞാൻ ആ മിക്സിയുടെ ജാറിൽ ചുറ്റിച്ച് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ട ഉപ്പ് നമ്മൾ ചേർത്തിട്ടില്ല. അതിപ്പോൾ ചേർക്കുക. എന്നിട്ട് തിളക്കുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് തിളച്ച് തുടങ്ങുമ്പോഴേക്കും ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക.
അതിനുശേഷം നേരിയ തീയിൽ ഇതിൽ വെള്ളമെല്ലാം വറ്റിച്ചെടുക്കണം. വേഗം റെഡിയാകാൻ വേണ്ടിയിട്ട് തീ കൂട്ടി വെക്കരുത്. നേരിയ തീയിൽ ഇത് കുക്കായാലാണ് കൂടുതൽ ടേസ്റ്റ്. ഇത് ഏകദേശം പകുതി കുറുകി കഴിയുമ്പോൾ ഇതിലേക്ക് മധുരം ചേർക്കാം. 2 ടേബിൾ സ്പൂൺ ഉരുക്കിയ ശർക്കരയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ചിരകിയ ശർക്കര ആണെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ ചേർക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ ഉപ്പും പുളിയും അതുപോലെ മധുരവും നോക്കാം. ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള ഉപ്പും പുളിയും മധുരവും ചേർക്കാം. ശർക്കര പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ തിക്കാവുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇതിൽ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കുക. ഇപ്പം നല്ല കറക്റ്റ് പാകമായിട്ടുണ്ട്. നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ ബബിൾസൊക്കെ വന്ന് പൊട്ടിത്തെറിക്കുന്ന പാകം, അതാണ് കറക്റ്റായിട്ടുള്ള ഇഞ്ചിക്കറിയുടെ പാകം. ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ നന്നായിട്ട് വറ്റിച്ചെടുത്ത ഇഞ്ചിക്കറി കുറച്ച് ദിവസം കേടുകൂടാതെ ഇരിക്കും. നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു കറിയാണിത്. ചൂട് ചോറിൻ്റെ കൂടെ ഈ ഇഞ്ചിക്കറി ഒന്ന് തൊട്ടാൽ മതി. വേറെ ഒരു കറിയും വേണ്ട. നമുക്ക് എത്ര വേണമെങ്കിലും ചോറ് കഴിക്കാം. കഴിച്ചാലും മതിയാവില്ല. അത്രയ്ക്ക് ടേസ്റ്റുള്ള ഒരു ഇഞ്ചിക്കറിയാണ്. ഉണ്ടാക്കാനും എളുപ്പമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.